വെൽക്കം ടു സർക്കാരി റേസ് പ്ലസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റിയാണ്. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെയാണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസിൽ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് യൂണിഫോം അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എന്താണ് റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, യൂണിഫോം നമ്മൾ ഡിസ്ക്രീറ്റിൽ പഠിച്ചു അല്ലേ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റിൽ പക്ഷേ ഓരോ പോയിൻ്റ് വാല്യൂസിലാണ് എന്ത് വരുന്നത്, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ബട്ട് ഇവിടെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും വരുമ്പം ഉള്ള മെയിൻ ഡിഫറൻസ് തന്നെ എന്താണ്, ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഓരോ പോയിൻ്റ് വാല്യൂസാണ് അല്ലേ എടുക്കുന്നത്. എക്സിന് ഓരോ പോയിൻ്റ് വാല്യൂസ് എടുക്കും, എക്സ് ഈക്വൽ ടു 0, 1, 2 ഓരോ പോയിൻ്റ് വാല്യൂസ് എടുക്കുമ്പോഴാണ് ഡിസ്ക്രീറ്റ്. എന്നാൽ ഒരു ഇൻ്റർവെലിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എക്സിൻ്റെ റേഞ്ച് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും പറയുന്നത്. സോ അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമ്മളൊരു ഇൻ്റർവെലിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്, ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ പറയുന്നത്. സോ ഇതെന്താണ്, ഡിസ്ക്രീറ്റ് അല്ല, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഇവിടെ ഇതിൻ്റെ പേരെന്താണ്, യൂണിഫോം അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താ, a random variable x is set to follow continuous uniform or rectangular distribution. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കണം, കണ്ടിന്യൂസ് യൂണിഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കണ്ടിന്യൂസ് യൂണിഫോം അല്ലെങ്കിൽ എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്, റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ആൻ ഇൻ്റർവൽ എ ബി. ഓവർ ആൻ ഇൻ്റർവൽ എന്താണ്, എ ബി. ഓവർ ആൻ ഇൻ്റർവൽ എ ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെലിൻ്റെ ഇടയ്ക്കായിരിക്കും വരുന്നത്. If its density function is constant over the entire range of variable x. അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എപ്പോഴൊക്കെ, ആ ഒരു എൻറ്റയർ റേഞ്ച് ഓഫ് വേരിയബിൾ എക്സിൽ എന്തായിരിക്കും, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോഴാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു റാൻഡം വേരിയബിൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ PDF എങ്ങനെയാണ് വരുന്നത്, f of x is equal to 1 - 1/b - a where a less than or equal to x less than or equal to b. ഇതാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. എക്സിൻ്റെ സപ്പോർട്ട് എന്താണ്, a less than or equal to x less than or equal to b and 0 otherwise. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, എക്സ് ഫോളോസ് യൂണിഫോം എ ബി. ഓക്കെ, എക്സ് ഫോളോ ചെയ്യുന്നത് എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്, യൂണിഫോം എ ബി. അപ്പോൾ എക്സ് ഫോളോസ് യൂണിഫോം എ ബി. ഇതാണ് എന്തെന്ന് പറയുന്നത്, കണ്ടിന്യൂസ് യൂണിഫോം അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിൽ എക്സ് ഫോളോസ് യൂണിഫോം എ ബി. അപ്പോൾ ഇതിൽ എ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 1. അതായത് നമ്മുടെ ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത് ഒരു 0, 1, 0യുടെയും 1ൻ്റെ ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, 0യുടെയും 1ൻ്റെ ഇടയ്ക്കാണെങ്കിൽ എക്സ് ഫോളോസ് യൂണിഫോം 0, 1 എന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താവും, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/b - a അല്ലേ. ഇവിടുത്തെ ബി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1/1 - 0 ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, 1 എന്ന് കിട്ടി അല്ലേ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, 1 ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിന് എന്തുകൊണ്ട് ഒരു റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പേര് വന്നേ, ഇത് നോക്കിയേ. അതായത് ഇതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് വേരിയബിൾ. അതായത് ഇതാണ് എ, ഇതാണ് ബി. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും, ദേ ഓക്കെ, അതായത് ഇതെന്തായിരിക്കും, ഇതിൻ്റെ എ എന്ന് പറയുന്നതിൻ്റെ പ്രോബബിലിറ്റിയും ബിയുടെ എന്ന് പറയുന്നതിൻ്റെ ഇവിടെ രണ്ടിടത്തും എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരുന്നത്, ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് നമുക്കിതിൻ്റെ ആ ഒരു റേഞ്ച് വരുന്നത്. ആ ഒരു ഇൻ്റർവെല്ലിൽ, അതായത് ആ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇടയ്ക്കാണല്ലോ നമ്മുടെ ആ PDF വരുന്നത്. ആ ഒരു ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു റെക്ടാങ്കിൾ ഏരിയയിലായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന്, യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് എക്സ് ഫോളോസ് യൂണിഫോം 0, 1, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 1 ആയിരിക്കും. അതെ കേട്ടോ, അതായത് എക്സ് ഫോളോസ് യൂണിഫോം 0, 1 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി നമുക്ക് എന്തിൻ്റെ നോക്കാം, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നോക്കാം. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ വേരിയബിൾ എക്സ് ഫോളോസ് യൂണിഫോം എ ബി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആദ്യം എന്താ എടുക്കുന്നത്, നമ്മളിത് ഓൾറെഡി നമ്മൾ ബേസിക്സ് എല്ലാം പഠിച്ചല്ലോ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. അതായത് 1/b - a വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, ഇഫ് എയേക്കാളും കുറവാണെങ്കിൽ, അതായത് എക്സ് ലെസ് ദാൻ എ ആണെന്നുണ്ടെങ്കിൽ 0, അടുത്ത എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്നുണ്ടെങ്കിൽ എന്താ വരുന്നത്, x - a/b - a.
ഇനി ബി ലെസ് ദാൻ അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിലോ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുമ്പം പറഞ്ഞ് പ്രോപ്പർട്ടീസ് ആദ്യത്തത്, അതായത് എന്തായാലും എല്ലാത്തിലും യൂണിഫോം ആയിട്ടാണ് ഇതിൻ്റെ എല്ലാം എന്താണ് പ്രോബബിലിറ്റീസ് വരുന്നത് അല്ലേ, കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും. സോ ഇതിൻ്റെ മീൻ എന്താണ്? ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് a+b/2. ഓക്കെ, ഇതിൻ്റെ മീൻ എന്താണ്? a+b/2. നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മീനും വേരിയൻസും ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? ഇത് ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറയാം. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/b - a, വേർ a x < b അല്ലേ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -∞ to ∞ x ഇൻറ്റു എഫ് ഓഫ് എക്സ് dx അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് എഴുതാം? എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ, ഇവിടുത്തെ റേഞ്ച് എന്താ? ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് a to b. ഇൻ്റഗ്രൽ a to b x ഇൻറ്റു 1/b - a dx, which is equal to 1/b - a integral a to b x dx, which is equal to 1/b - a എന്താണ്? x²/2. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സിൻ്റെ ഇൻ്റഗ്രൽ മീൻസ് x⁻n+1/n+1 അല്ലേ? x²/2 എന്നിട്ട് റേഞ്ച് a to b, which is equal to എന്താ വരുന്നത്? 1/b - a ഇൻറ്റു എക്സിന് നമ്മൾ പവർ എന്ന് വെച്ചാൽ റേഞ്ച് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇതിൻ്റെ ലിമിറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? b² - a²/2. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു b - a. ഇനി b² - a² എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? അതായത് a² - b² ഇസ് ഈക്വൽ ടു a+b ഇൻറ്റു a - b. ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മുടെ ഓൾജിബ്രയിൽ വരുന്ന എക്സ്പാൻഷനിൽ വരുന്ന ഇങ്ങനത്തെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതായത് a² - b² ഇസ് ഈക്വൽ ടു a+b ഇൻറ്റു a - b. അത് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. b+a ഇൻറ്റു b - a. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ താഴത്തെ b - a എന്തും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി നമുക്ക് എന്താ ഉള്ളത്? b+a/2 അല്ലെങ്കിൽ a+b/2. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ മീൻ കിട്ടിയത്. ഞാൻ ജസ്റ്റ് ഒരു ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നതാണ് മീനൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. ഇതെല്ലാം നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസിൽ ഇനി അങ്ങോട്ട് പഠിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെ മീൻസും വേരിയൻസും എല്ലാം ഇതുപോലെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഡെറിവേഷൻ ഒന്നും നോക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മളിതിൻ്റെ ഇതൊക്കെ മെത്തേഡ് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മളിനി എന്ത് പഠിച്ചാൽ മതി? റിസൾട്ട് മാത്രം കാണാതെ പഠിച്ചിരുന്നാൽ മതി. കാരണം എക്സാമിന് നമുക്ക് ഇത് എന്തായാലും ജസ്റ്റ് ഒരു PDF തന്നിട്ട് അതിൻ്റെ മീനോ വേരിയൻസോ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അത് ഞാൻ പഠിപ്പിച്ചു അല്ലേ? നിങ്ങൾ പഠിക്കുകയും ചെയ്തു അല്ലേ? അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഈ ഒരു റിസൾട്ടുകളാണ് ആവശ്യം. റിസൾട്ടുകളൊക്കെയാണ് കാണാതെ ചോദിക്കുന്നത്. സോ ഇത് മാത്രം കാണാതെ പഠിച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയേ, മീൻ ഈസ് ഈക്വൽ ടു എന്താ? a+b/2. ഇനി അടുത്ത് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് all moments of odd order are 0. എല്ലാ ഓഡ് ഓർഡേഴ്സും, അതായത് എന്താണ്? ഓഡ് ഓർഡേഴ്സ് എല്ലാം എന്താണ്? 0 ആണ്. നമുക്ക് ഓൾറെഡി അറിയാം μ1 എന്താണ്? μ1 ഇസ് ഈക്വൽ ടു 0 ആണ്. അതുപോലെ μ3, μ5 ഇതെല്ലാം എന്താണ്? ഓഡ് ഓർഡേഴ്സ് അല്ലേ? അപ്പോൾ ഇതെല്ലാം എന്തായിട്ട് വരും? 0 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, μ3 0 ആണ്. μ3 ഒക്കെ 0 വന്നു കഴിഞ്ഞാലേ, നമ്മൾ മുന്നേ ഒരു പ്രോപ്പർട്ടി പഠിച്ചു, μ3 0 ആണെന്നുണ്ടെങ്കിൽ എന്തും കൂടെ 0 ആയിരിക്കും? സ്ക്യൂനെസ് 0 ആയിരിക്കും അല്ലേ? കാരണം സ്ക്യൂനെസിൻ്റെ ഇക്വേഷൻ എന്താ? μ3² അല്ലേ? അപ്പം μ3 എന്ന് പറയുമ്പോൾ അപ്പോൾ ന്യൂമറേറ്റർ തന്നെ 0 ആവുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഇതിലെ സ്ക്യൂനെസ് എന്ന് പറയുന്നത്? 0 ആണ്. അതായത് സ്ക്യൂനെസ് β1 എന്ന് പറയുന്നത് എന്താണ്? 0 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് എന്താ? വേരിയൻസ് എന്ന് പറയുന്നത് b - a²/12. അപ്പോൾ എല്ലാ ഡിസ്ട്രിബ്യൂഷൻസിലും മീനും വേരിയൻസും പഠിക്കുമ്പോൾ ഇനി അടുത്ത് കണ്ടിന്യൂസ് തുടങ്ങി. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ പഠിച്ച ഡിസ്ക്രീറ്റ് എല്ലാം നിങ്ങളൊരു ബുക്കിൽ ഞാൻ എഴുതാൻ പറഞ്ഞ പോലെ എഴുതി കാണുമല്ലോ. അപ്പോൾ ഇനി അടുത്ത സെക്ഷനാണ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസിൽ ഫസ്റ്റ് വരുന്ന ഇതാ. അപ്പോൾ ഇതിലെ എല്ലാ പ്രോപ്പർട്ടീസും എഴുതി വയ്ക്കുക. അപ്പോൾ മീൻ എന്താ? a+b/2ഉം വേരിയൻസ് എന്ന് പറയുന്നത് b - a²/12. എന്താണ്? b - a²/12 എന്നാണ് ഇതിൻ്റെ വേരിയൻസ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫോർത്ത് സെൻട്രൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? μ4 എന്ന് പറയുന്നത് b - a⁴/8t. ഓക്കെ, b - a⁴/8t. ഓക്കെ,
ഇനി എന്താ അടുത്ത് വരുന്നത്? അടുത്തെന്ന് പറയുന്നത് മീഡിയൻ. മീഡിയൻ എന്താണ്? മീഡിയൻ എന്ന് പറയുന്നതും a+b/2 ആണ്. ഓക്കെ, മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? a+b/2 ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത് എന്താ വരുന്നത്? അടുത്ത് നമ്മൾ എന്താണ്? മീനായി, വേരിയൻസ് ആയി, സ്ക്യൂനെസ് ആയി, നെക്സ്റ്റ് വൺ ഇസ് കർട്ടോസിസ്. അപ്പോൾ കർട്ടോസിസ് എന്താ വരുന്നത്? കർട്ടോസിസ് എന്ന് പറയുന്നത് β2 = 9/5. ഓക്കെ, അതുപോലെ നോക്കി വെച്ചേക്കാം. ഇനി അടുത്തത് എന്താ? അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും. ഓക്കെ, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയില്ലേ? അതായത് എങ്ങനെയാണ്? എക്സ്പെക്ടേഷൻ ഓഫ് e⁻⁴ അല്ലേ? എക്സ്പെക്ടേഷൻ ഓഫ് e⁻⁴. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇവിടുത്തെ കേസിൽ ഇൻ്റഗ്രൽ a to b e⁻⁴ into 1/b - a അല്ലേ? 1/b - a എങ്ങനെയല്ലേ വരുന്നത്? നമ്മുടെ PMF എന്ന് പറയുന്നത് എന്താണ്? 1/b - a ആണ്. അപ്പോൾ PMFൽ ഈ 1/b - aയും റേഞ്ച് a ≤ x ≤ b. അത് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? അത് നമ്മളിവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, dx. എന്നിട്ട് ഇനി എന്ത് ചെയ്യുക? e⁻⁴ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ 1/b - a ഇൻറ്റു ഇവിടെ എന്താ? e⁻⁴ എന്ന് പറയുന്നത് എന്ത് കിട്ടും? e⁻⁴ ഇൻ്റഗ്രൽ എന്താണ്? e⁻x തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു കോഎഫിഷ്യൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അത് എന്നിട്ട് റേഞ്ച് എന്താ? a to b which is equal to 1/ ഈ t കോൺസ്റ്റൻ്റ് അവിടെ പുറത്തെടുക്കാം. t ഇൻറ്റു b - a ഇൻറ്റു എന്ത് ചെയ്യാം? ഇനി പവർ ഇതിൽ കൊടുക്കുമ്പോൾ എക്സിന് പകരം b കൊടുക്കുമ്പോൾ e⁻⁴b മൈനസ് e⁻⁴a. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു e⁻⁴b മൈനസ് e⁻⁴a/t ഇൻറ്റു b മൈനസ് a. ഓക്കെ, ഇതാണ് ഇതിൻ്റെ MXT എന്ന് പറയുന്നത്. അപ്പോൾ ഇതും MXT കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കണ്ട് ഇതൊക്കെ എങ്ങനെ വന്നു എന്നിങ്ങനെ ഓർത്ത് കഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ഓൾറെഡി ഇതിങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഡെറിവേഷൻ വന്നതെന്ന്? അപ്പോൾ e⁻⁴b മൈനസ് e⁻⁴a/t ഇൻറ്റു b മൈനസ് a. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഈ ടീയുടെ കൂടെ ഒരു ഐ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ആയിട്ട് വരും അല്ലേ? ഒരു ടീയുടെ കൂടെ ഐ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ആയിട്ട് വരും. അപ്പോൾ അതും കിട്ടും. ഇനി ഈ നമ്മുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ മോഡ് എക്സിസ്റ്റ് ചെയ്യില്ല. അതായത് ഒരു പോയിന്റിൽ ആയിട്ട് മോഡ് എക്സിസ്റ്റ് ചെയ്യില്ല. അതായത് ഇതൊരു റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ എന്താണ്? എല്ലാ സ്ഥലത്തും എന്താണ്? പ്രോബബിലിറ്റി സെയിം ആണ്. എല്ലാ സ്ഥലത്തും പ്രോബബിലിറ്റി സെയിം ആയതുകൊണ്ട് തന്നെ എന്ത് തന്നെ ആയിരിക്കും? Mode does not exist as the probability at each point in the interval AB remains the same. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂ നമുക്ക് മോഡായിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു പെർട്ടിക്കുലർ വാല്യൂ നമുക്ക് മോഡായിട്ട് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ ഒരു ഇൻ്റർവെല്ലിലെ എല്ലാ പ്രോബബിലിറ്റീസും ഈക്വൽ ആയതുകൊണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിന്നൊക്കെ എന്തൊക്കെ പറയാം? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പ്രോപ്പർട്ടീസ് എന്ന് പറയാൻ മെയിനായിട്ട് മീൻ പഠിച്ചു. മീൻ എന്ന് പറഞ്ഞാൽ a+b/2. ഓക്കെ, അടുത്ത വേരിയൻസ് എന്താണ്? വേരിയൻസ് എന്ന് പറയുന്നത് b - a² അല്ലേ? അടുത്ത മീഡിയൻ എന്താണ്? മീഡിയൻ എന്ന് പറയുന്നത് a+b/2. അടുത്ത സ്ക്യൂനെസ് എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ അടുത്ത എന്താ? ഓൾ സെൻട്രൽ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഓൾ മൊമെൻറ്റ്സ് ഓഫ് ഓഡ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? അതും 0 ആണ്. പിന്നെ അതുപോലെ MXTയും 5XT ഇത് രണ്ടും നമ്മൾ നോക്കി. ഓക്കെ, പിന്നെ ഇനി അടുത്ത് എന്താ ഉള്ളത്? അടുത്ത് മോഡ് എന്താണ്? മോഡ് ഇതിൽ എക്സിസ്റ്റ് ചെയ്യില്ല. എന്തുകൊണ്ട്? മോഡ് എന്തുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യാത്തത്? മോഡ് എക്സിസ്റ്റ് ചെയ്യാത്തത് ആ ഒരു ഇൻ്റർവെല്ലിലെ എല്ലാ പ്രോബിലിറ്റീസ് എന്താണ്? പ്രോബിലിറ്റി അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ദ ഇൻ്റർവെൽ AB ഈസ് സെയിം. ഓക്കെ, റിമീൻസ് ഓക്കെ, പ്രോബിലിറ്റി അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ദ ഇൻ്റർവെൽ AB എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റിമീൻസ് സെയിം. സോ മോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇഫ് എ വേരിയബിൾ, അതായത് ഒരു വേരിയബിൾ എക്സ് ഫോളോസ് യൂണിഫോർ 0 ആണെങ്കിൽ, വേരിയബിൾ എക്സ് ഫോളോസ് യൂണിഫോർ 0 ആണെങ്കിൽ, then the variable y is equal to -2 log x. ഓക്കെ, then the variable, അതായത് എക്സ് ഫോളോ ചെയ്യുന്നത് യൂണിഫോർ 0 എക്സ് ഫോളോ ചെയ്യുന്നത് യൂണിഫോർ 0 അതുപോലെ y is equal to -2 log x ആണെങ്കിൽ, ഈ y ഫോളോ ചെയ്യുന്നത് പറയുന്നത് chi² വിത്ത് 2 degrees of freedom. ഈ ഒരു സിമ്പലിന് നമ്മൾ വിളിക്കുന്ന പേര് കൈ എന്നാണ് കേട്ടോ.
ഈ ഒരു സിമ്പലിൽ എന്ന് വെച്ചാൽ കൈയാണ്. അപ്പോൾ കൈ സ്ക്വയർ 2 degrees of freedom. നമ്മൾ ഇനി അങ്ങോട്ട് നമുക്ക് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനുണ്ട്. ആ സമയത്ത് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു റിസൾട്ട് മാത്രമായിട്ട് ഇങ്ങനെ പഠിച്ചു വെക്കുക. കാരണം ഈ റിസൾട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇഫ് എക്സ് ഫോളോസ് യൂണിഫോർ 0, 1 then the variable y equal to -2 log x follows which distribution എന്നുള്ള രീതിയിൽ എന്ത് ചോദിച്ചിട്ടുണ്ട്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കേരള PSC തന്നെ വന്നിട്ടുണ്ട്. എന്താ എക്സ്പോണൻഷ്യൽ ആവാം, ഗാമയാകാം, അതുപോലെ ഒരു 3-4 കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് അതിലേതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് യൂണിഫോമിൽ വന്നതുകൊണ്ട് ഞാനിതിവിടെ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ് ഫോളോസ് യൂണിഫോർ 0, 1 then the variable y equal to -2 log x follows chi square with 2 degrees of freedom. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണിത്. കാരണം ഇത് റിയൽ ലൈഫ് ഡേറ്റയായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, അതായത് റിയൽ ലൈഫ് ഡേറ്റാസിലെല്ലാം നമ്മൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. നമ്മൾ കൂടുതലും റിയൽ ലൈഫ് ഡേറ്റാസ് n കൂടുന്നതിനനുസരിച്ച് നമ്മുടെ n എന്ന് പറയുന്ന ആ ഒരു നമ്പർ ഓഫ് ട്രയൽസ് കൂടുന്നതിനനുസരിച്ച് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്തോറും എന്താണ് നമ്മുടെ റിയൽ ലൈഫ് ഡേറ്റാസ് എല്ലാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ ഇറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, so എന്താണ്? The normal distribution was first discovered by Abraham de Moivre in 1733 as limiting case of binomial distribution. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത ആരാണ്? എബ്രഹാം ഡി മോവെ, ഒരു ഇംഗ്ലീഷ് മാത്തമെറ്റീഷ്യൻ ആണ് കേട്ടോ. ഒരു ഇംഗ്ലീഷ് മാത്തമെറ്റീഷ്യൻ എബ്രഹാം ഡി മോവെ ഇൻ ദ 18th century അല്ലേ, 1733 എന്ന് പറയുമ്പോൾ 18th centuryയിലാണ് എന്ത് ഡിസ്കവർ ചെയ്യുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ, ഡി മോവെ നോട്ടഡ് ദാറ്റ് വെൻ ദ നമ്പർ ഓഫ് ഈവൻസ് ഇൻക്രീസസ്, അതായത് നമ്പർ ഓഫ് ഈവൻസ് ഇൻക്രീസ് ചെയ്യും തോറും എന്താണ്? ദ ഷേപ്പ് ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, എന്താണ്? അപ്രോച്ചസ് ടു എ വെരി സ്മൂത്ത് കർവ്. നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് കർവിലേക്ക് അപ്രോച്ച് ചെയ്യും. അപ്പോൾ അതെന്ത് കർവാണ്? ഏത് ടൈപ്പാണ്? നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു കർവ് പോലെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇരിക്കുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇതുപോലത്തെ ഒരു സ്മൂത്ത് കർവിലേക്ക് എന്ത് പോവും? നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഈവൻസ് കൂടുമ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇതുപോലത്തെ ഒരു സ്മൂത്ത് കർവിലേക്ക് പോകും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന്, അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ഓൾസോ നോൺ ടു ലാപ്ലാസ് ഇൻ 1774. അപ്പോൾ 1774 ലാപ്ലാസും ഇതിനെപ്പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾസോ നോൺ എസ് ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ഇൻ ഓണർ ഓഫ് കാൾ ഫ്രൈഡ്രിച്ച് ഗോസ്. ഓക്കെ, വൈ? ബിക്കോസ് ഗോസും നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ട്, കുറേ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫൈനൈറ്റ് റേഞ്ച്. ഞാൻ നേരത്തെ ആ ഗ്രാഫ് വരച്ചപ്പോൾ തന്നെ കണ്ടില്ലേ? അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട്, അതായത് ഇതിൻ്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 അപ്പം ഇവിടുന്ന് മൈനസ് ഇൻഫിനിറ്റിയിലോട്ടും പ്ലസ് ഇൻഫിനിറ്റിയിലോട്ടും മൈനസ് ഇൻഫിനിറ്റിയിലോട്ടും പ്ലസ് ഇൻഫിനിറ്റിയിലോട്ടും ഇൻഫൈനൈറ്റ് റേഞ്ച് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഇൻഫൈനൈറ്റ് റേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ റേഞ്ച് എന്താണ്? ഇൻഫൈനൈറ്റ് റേഞ്ച് ആണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ ഡിസ്ക്രിപ്റ്റീവ് മോഡൽ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ റിയൽ വേൾഡ് സിറ്റുവേഷൻ. നമ്മുടെ റിയൽ വേൾഡ് സിറ്റുവേഷൻസിനെല്ലാം എന്താണ് ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഏതായിരിക്കും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഹൈറ്റ്, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെയൊക്കെ ഹൈറ്റ് എടുക്കുകയാണ്. ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെയൊക്കെ ഹൈറ്റ് എടുക്കുമ്പോൾ എങ്ങനെ വരും? അതായത് ഇപ്പം എന്തായിരിക്കും? കൂടുതലും മിഡിലായിട്ടുള്ള വാല്യൂസൊക്കെ ആയിരിക്കും
കൂടുതൽ വരുന്നത്. സോ നമുക്കപ്പോൾ എങ്ങനെയായാലും ഒരു നോർമൽ കർവിൻ്റെ രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു ഡേറ്റ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത്. സോ എന്താണ്, റിയൽ ലൈഫ് സിറ്റുവേഷൻസിലെല്ലാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എപ്പോഴും ആപ്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് നോക്കാം? ഇനി നമുക്ക് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF. A continuous random variable x is said to follow normal distribution with mean mu and standard deviation sigma. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. ഓൾറെഡി നമുക്കിതിൽ തന്നെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്താണ്? മീൻ ഈസ് ഈക്വൽ ടു മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ. ഓക്കെ, if its probability density function is given by f of x is equal to 1 by sigma root 2 pi e raised to minus x minus mu the whole square by 2 sigma square. PDF കണ്ട് ആരും പേടിക്കേണ്ട, നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞ് എഴുതിയൊക്കെ പഠിക്കുമ്പോഴേക്കും നമ്മളിത് കാണാതെ പഠിക്കും. ഓക്കെ, ഇത് കാണാതെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെയാണ് പറയുന്നത്? f of x is equal to എങ്ങനെയാണ്? 1 by sigma root 2 pi. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടേം എന്താണ്? 1 by sigma into root 2 pi. Okay, 1 by sigma into root 2 pi into e raised to minus x minus mu the whole square by 2 sigma square. Okay, minus x minus mu the whole square by 2 sigma square. ഇതിനെ തന്നെ നമുക്ക് വേറെ എങ്ങനെ എഴുതാം? 1 by sigma root 2 pi. ഇതിനെ ഒരു മാറ്റമൊന്നും പറ്റില്ല, ഇത് ഇതുപോലെ തന്നെയാണ്. 1 by sigma root 2 pi ഇതിങ്ങനെ തന്നെയാണ്. ഇതല്ലാതെ e raised to minus 1 by 2 into x minus mu by sigma the whole square എന്ന് എഴുതാറുണ്ട് കേട്ടോ. അതായത് ഈ സിഗ്മയും എക്സ് മൈനസ് മ്യൂ കൂടെ ഒരുമിച്ച് എഴുതി. അപ്പം എന്താണ്? e raised to minus 1 by 2 into x minus mu by sigma the whole square. ഇതിലേതാ എളുപ്പമെന്ന് വെച്ചാൽ അത് പഠിച്ചാൽ മതി. അപ്പോൾ എന്താണ്? ആദ്യത്തെ ടേമിന് ഒരു മാറ്റവും ഇല്ല. 1 by sigma root 2 pi. ഓക്കെ, 1 by sigma root 2 pi into e raised to minus ഉണ്ട്, അത് മറക്കരുത്. e raised to minus എന്താണ്? x minus mu the whole square by 2 sigma square. ഓക്കെ, x minus mu the whole square by 2 sigma square. ഇതിൽ മ്യൂ എന്ന് പറയുന്നത് എന്താണ്? മ്യൂ എന്ന് പറയുന്നത് മീനും സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ സിഗ്മ സ്ക്വയർ എന്തായിരിക്കും? വേരിയൻസ് ആയിരിക്കും അല്ലേ? സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ PDF ആണ് f of x is equal to 1 by sigma root 2 pi e raised to minus x minus mu the whole square by 2 sigma square. ഇനി ഇതിൻ്റെ എക്സിൻ്റെ റേഞ്ച് ഏത് മുതൽ ഏതുവരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. എക്സിൻ്റെ എന്താണ്? ഇൻഫൈനൈറ്റ് റേഞ്ച് ആണ്. അതായത് -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് എക്സിൻ്റെ റേഞ്ചായിട്ട് വരുന്നത്. ഇതിൽ മ്യൂവിൻ്റെ റേഞ്ചും അതുപോലെ തന്നെയാണ്. മ്യൂ എന്ന് പറയുന്നത് മീനിൻ്റെ റേഞ്ചും അതുപോലെയാണ്. -∞ മുതൽ ഇൻഫിനിറ്റി വരെയാണ് മ്യൂവിൻ്റെ റേഞ്ച്. സിഗ്മ എന്ന് പറയുന്നത് നമ്മുടെ വേരിയൻസ് അല്ലേ? വേരിയൻസ് ഒരിക്കലും 0യേക്കാൾ കുറവായിരിക്കില്ല. വേരിയൻസ് എപ്പോഴും എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിഗ്മ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇതാണ് നമ്മളിതിൻ്റെ PDF അതിൻ്റെ സപ്പോർട്ട്. ഇനി നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ സ്ക്വയർ. അപ്പോൾ എക്സ് ഫോളോസ് എൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. വിത്ത് മ്യൂ എന്ന് പറയുന്നത് എന്താണ്? മീനും സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസും. അപ്പോൾ ഇതിലെ 2 പാരാമീറ്റർ ഏതൊക്കെയാണ്? നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ 2 പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് മ്യൂവും സിഗ്മയുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഈ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നമുക്ക് എങ്ങനെ പറയാം? നമുക്ക് നോർമലിൻ്റെ ഗ്രാഫ് എന്ന് പറയാം അല്ലേ? നോർമലിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്? നോർമലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു കർവാണ് അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ഒരു കർവ്. അപ്പോൾ ഇത് തന്നെ നോക്കിയേ, ഈ ഒരു കർവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബെൽ ഷേപ്ഡ് അല്ലേ? അപ്പോൾ നോർമൽ കർവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബെൽ ഷേപ്ഡ് ആണ്. ഓക്കെ, നോർമൽ കർവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബെൽ ഷേപ്ഡ് ആയിരിക്കും. സോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി തന്നെ എന്താണ്? നോർമൽ കർവ് ഇസ് എ ബെൽ ഷേപ്ഡ്. ആൻഡ് അതുപോലെ ഇത് നോക്കിയേ, ബെൽ ഷേപ്ഡ്, ഇത് നടുക്കുന്ന നമ്മുടെ എന്താണ്? ഇത് 0, ഇത് +∞ ടു -∞. അതായത് 0 മുതൽ +∞, 0 മുതൽ -∞. ഈ 2 പാർട്ടും എന്താണ്? സിമ്മട്രിക് ടു ഈച്ച് അതർ അല്ലേ? രണ്ടിലും ഒരേപോലെയല്ലേ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതെന്തായിട്ട് വരും? സോ ദ നോർമൽ കർവ് ഇസ് സിമ്മട്രിക് അറ്റ് x ഈക്വൽ ടു മ്യൂ.
ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് മ്യൂ എന്ന് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ്, ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം, മ്യൂ ആണെന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ മ്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് വെച്ചിട്ട് എന്താണ്, എക്സ് അല്ലെങ്കിൽ നോർമൽ കർവ് സിമെട്രിക് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ് ആൻഡ് സിമെട്രിക് അറ്റ് എക്സ് ഈക്വൽ ടു മ്യൂ. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു കർവ് നോക്കിയേ. ഈ ഒരു കർവ് എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. നമ്മൾ സിമെട്രിക് ആയിരിക്കുമ്പോൾ നമ്മുടെ എന്താണ്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷനൊക്കെ എന്തായിരിക്കും, ഇതിൻ്റെ മീൻ എന്താണ്, ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് മ്യൂ തന്നെ ആയിരിക്കും അല്ലേ. മീഡിയൻ എന്ന് പറയുന്നതോ, മീഡിയൻ എന്ന് പറയുന്നത് രണ്ട് സൈഡിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോർഷൻ, അതും എന്ത് തന്നെയാണ്, മ്യൂ തന്നെയാണ്. അതുപോലെ മോഡ് എന്ന് പറയുന്നത് ഹയസ്റ്റ് പ്രോബബിലിറ്റി എന്താണ്, ഈ ഒരു ടോപ്പ് പോർഷൻ തന്നെയാണല്ലേ, അതും എന്ത് തന്നെയാണ്, മ്യൂ തന്നെയാണ്. സോ നമുക്ക് എന്ത് പറയാം, ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡ് ഈസ് ഈക്വൽ ടു മ്യൂ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ആലോചിച്ച് ആദ്യമേ നല്ല വൃത്തിക്ക് പഠിക്കുക കേട്ടോ. അതായത് എന്താണ്, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡാണ്, അതും എന്ത് തന്നെയാണ്, മ്യൂ തന്നെയാണ്. ഓക്കെ, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻസ് കോയിൻസൈഡ് ആൻഡ് ദാറ്റ് ഈസ് മീൻ ഈസ് ഈക്വൽ ടു മോഡ് ഈസ് ഈക്വൽ ടു മീഡിയൻ. ഓക്കെ, ഇനി എന്താണ് ഇത് നോക്കിയേ, ഇത് ഇങ്ങനെ ഒരു കർവായിട്ട് തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിലൊരു ടോപ്പ് അല്ലെങ്കിൽ ഹയസ്റ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ് ആകെ ഒരൊറ്റൊരു പോയിൻ്റേ കാണുള്ളൂ അല്ലേ, ആകെ എന്തായിരിക്കും, ഒരൊറ്റൊരു പോയിൻ്റേ കാണുള്ളൂ. അതാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഹാസ് ഓൺലി വൺ മോഡ്. അതാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഹാസ് ഓൺലി വൺ മോഡ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു മ്യൂ. അതായത് എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂണിമോഡൽ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂണിമോഡലാണ്. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂണിമോഡൽ. ഓക്കെ, ഇറ്റ് ഹാസ് ഓൺലി വൺ മോഡ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു മ്യൂ. ഇനി നമുക്ക് എന്തെന്ന് പറയാം, ഇതൊരു സിമെട്രിക്കൽ കർവ് അല്ലേ. സിമെട്രിക്കൽ കർവ് ആയതുകൊണ്ട് തന്നെ എന്തെന്ന് പറയാം, മെഷർ ഓഫ് സ്ക്യൂനെസ് β1 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ഓക്കെ, അതായത് നമ്മുടെ മെഷർ ഓഫ് സ്ക്യൂനെസ്, അതായത് ഇത് സിമെട്രിക്കലി സ്ക്യൂഡ് ആയതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ മെഷർ ഓഫ് സ്ക്യൂനെസ് അല്ലെങ്കിൽ സ്ക്യൂനെസ് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. β1 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. β1 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ അപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് നോർമലിൽ പഠിച്ചത്, നോർമൽ കർവ് എന്ന് പറയുന്നത് ബെൽ ഷേപ്ഡ് ആണ്, അതുപോലെ സിമെട്രിക് അറ്റ് എക്സ് ഈക്വൽ ടു മ്യൂ ആണ്, മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡ് ഈസ് ഈക്വൽ ടു എന്താണ്, മ്യൂ ആണ്. അതുപോലെ എന്താണ് ഇതിനാകെ ഒരൊറ്റൊരു മോഡ് വാല്യൂ ഉള്ളൂ അല്ലേ, മ്യൂ ആണ് ഇതിൻ്റെ മോഡ് വാല്യൂ. സോ എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണി മോഡലാണ്. പിന്നെ അതുപോലെ ഇനി അടുത്ത് എന്താ, ഈ ഒരു കർവ് എന്താണ്, സിമെട്രിക്കൽ ആയതുകൊണ്ട് എന്താണ്, മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് β1 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ഓക്കെ, അതുപോലെ ഈ ഒരു കർവ് എങ്ങനെയായിരിക്കുന്നത്, ഇതെങ്ങനെയാണ്, ഇതൊരു മീസോകർട്ടിക് കർവ് അല്ലേ. അതായത് ഈ ഒരു കർവ് ഇങ്ങനെയാണ് വന്നിരുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു, ലെപ്റ്റോകർട്ടിക് ആയേനെ. ഇനി ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നെങ്കിലോ ഇത് വന്നിട്ട് പ്ലാറ്റി ആയേനെ. അപ്പോൾ ഈ ഒരു കർവ് എന്താണ്, നമ്മുടെ നോർമലിൻ്റെ കർവ് എന്താണ്, മീസോകർട്ടിക് ആണ്. സോ എന്താണ്, മെഷർ ഓഫ് സ്ക്യൂനെസ് β2 എന്ന് പറയുന്നത് എന്താണ്, 3 വിച്ച് ഈസ് മീസോകർട്ടിക്. ഓക്കെ, മെഷർ ഓഫ് സ്ക്യൂനെസ് β2 എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു മീസോകർട്ടിക് ആണ് അല്ലേ. ഇത് ഗ്രേറ്റർ ദാൻ 3 വന്നിരുന്നെങ്കിൽ ലെപ്റ്റോയും, ലെസ് ദാൻ 3 വന്നിരുന്നെങ്കിൽ പ്ലാറ്റിക്കർട്ടിക്കും ആയേനെ. ബട്ട് എന്താണ്, നമ്മുടെ നോർമലിൻ്റെ കേസിൽ മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് മീസോകർട്ടിക് ആണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ദ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ. പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ ആർ അറ്റ് എക്സ് ഈക്വൽ ടു മ്യൂ പ്ലസ് ഓർ മൈനസ് സിഗ്മ. മ്യൂ പ്ലസ് ഓർ മൈനസ് സിഗ്മ. ഈ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ ഈ ഒരു, അതായത് ഈ ഒരു കോൺകേവിറ്റി ഉണ്ടല്ലോ, ഇതാണല്ലോ ഒരു കോൺകേവ് ലെൻസ്, അതുപോലെ ഇതൊരു കോൺവെക്സ് ലെൻസുമാണ്. അപ്പം ഈ ഒരു കോൺകേവ് ലെൻസിൽ നിന്ന് കോൺവെക്സ്, അതായത് ഈ ഒരു പോർഷൻ ഇതിൽ നിന്ന് ഒരു കോൺവെക്സിലേക്ക് പോകുന്ന ഈ ഒരു ഏരിയ, അതായത് നമ്മുടെ നോർമൽ കർവ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് നമ്മുടെ നോർമൽ കർവ് അല്ലേ. അപ്പോൾ ഈ ഒരു നോർമൽ കർവിൽ ഇതാ ഈ ഒരു പോർഷൻ അതുപോലെ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പോർഷൻ. ഓക്കെ, അതായത് ഈ ഒരു കർവ് മാറി വരുന്ന കോൺകേവിൽ നിന്ന് കോൺവെക്സിലേക്ക് മാറി വരുന്ന ആ ഒരു കർവ് ഉണ്ടല്ലോ, ആ ഒരു കർവിൻ്റെ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, മ്യൂ പ്ലസ് സിഗ്മ അല്ലെങ്കിൽ മ്യൂ മൈനസ് സിഗ്മ. റൈറ്റ് സൈഡ് ആണെങ്കിൽ മ്യൂ പ്ലസ് സിഗ്മയും ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ മ്യൂ മൈനസ് സിഗ്മയും. അപ്പോൾ ആ രണ്ട് പോയിന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്, പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ
അറ്റ് എക്സ് ഈക്വൽ ടു മ്യൂ പ്ലസ് ഓർ മൈനസ് സിഗ്മ ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു മ്യൂ പ്ലസ് ഓർ മൈനസ് സിഗ്മ. ഓക്കെ, അപ്പോൾ പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ മനസ്സിലായല്ലോ. ഇനി അടുത്ത പോയിന്റ്, അടുത്തത് എന്താണ്? ദ മാക്സിമം പ്രോബബിലിറ്റി ഓഫ് നോർമൽ കർവ് occurs at the point x equal to mu and its value is 1 by sigma root 2pi. അതെങ്ങനെയാണ് അങ്ങനത്തെ 1 by sigma root 2pi വന്നേ? ദ മാക്സിമം പ്രോബബിലിറ്റി ഓഫ് നോർമൽ കർവ് occurs at the point x equal to mu ആണെന്ന് പറഞ്ഞു. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാക്സിമം പ്രോബബിലിറ്റി occur ചെയ്യുന്ന ഏത് പോയിന്റിലാണ്? എന്താണ്? ഏത് പോയിന്റിലാണ്? മ്യൂയിലാണ് അല്ലേ? അതായത് സിമെട്രിക് ആവുന്ന എക്സ് ഈക്വൽ ടു മ്യൂ ആകുമ്പോൾ ആ സിമെട്രിക് ആവുന്ന ആ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിലെ മാക്സിമം പ്രോബബിലിറ്റി ഒക്കെ ചെയ്യുന്നത് നേരത്തെ ഇതിൽ പറഞ്ഞു അല്ലേ? ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ മോഡ് പറയുന്നത്. അപ്പോൾ അവിടെയാണ് മാക്സിമം പ്രോബബിലിറ്റി. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് സിഗ്മ 1 by sigma ഇൻറ്റു റൂട്ട് 2pi. അതെങ്ങനെ വന്നു? നമ്മുടെ ഇതിൻ്റെ PMF എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by 2 root 2pi sigma root 2pi e raised to minus x minus mu the whole square by 2 sigma square. ഇങ്ങനെയല്ലേ വന്നത്? ഇതിലെന്താവും? ഇതിൽ മാക്സിമം പ്രോബബിലിറ്റി എക്സ് എന്ന് പറയുന്നത് എന്താവും? മ്യൂ ആവും. അപ്പം നമുക്കിവിടെ എക്സിന് പോകാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? മ്യൂ കൊടുക്കാം. അതായത് 1 by sigma root 2pi e raised to mu minus mu the whole square e raised to mu minus mu the whole square by 2 sigma square. e raised to mu minus mu എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ തന്നെ അത് പവർ 0 ആയില്ലേ? പവർ 0 ആയി മീൻസ് എന്ത് വരും? 1 by sigma root 2pi e raised to 0. e raised to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. സോ ബാക്കി എന്താ ഉള്ളത്? 1 by sigma root 2pi. അങ്ങനെയാണ് ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം പ്രോബബിലിറ്റി ഓഫ് നോർമൽ കർവ് occurs at the point x equal to mu and its value is എന്താണ്? 1 by sigma root 2pi. ഓക്കെ, അത് മനസ്സിലായില്ലേ? അതാണ് അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. മെഷർ ഓഫ് കർട്ടോസിസ് എന്ന് പറയുന്നത് മീസോകർട്ടിക്കാണ്. ഇപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇത് 2 കാര്യങ്ങൾ പുതിയതായിട്ട് പഠിച്ചു. എന്താണ്? ഒന്നാമത്തത് പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ. പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഗ്രാഫിൽ നോർമലിൻ്റെ കർവിൽ ആ ഒരു കോൺകേവിറ്റി കോൺവെക്സ് ആയി ആകുന്ന ആ ഒരു പോയിന്റ്. ഓക്കെ, ആ ഒരു കർവിൻ്റെ ആ ഒരു അവിടെ വരുന്ന ആ ഒരു പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്? 2 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, റൈറ്റ് സൈഡിലുണ്ട് ലെഫ്റ്റ് സൈഡിലുണ്ട് അല്ലേ? അതുകൊണ്ടാണ് എക്സ് പ്ലസ് ഓർ മൈനസ് സിഗ്മ. ആ ഒരു പോയിൻ്റാണ് പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, എക്സ് പ്ലസ് ഓർ മൈനസ് സിഗ്മ. പിന്നെ അതുപോലെ മാക്സിമം പ്രോബബിലിറ്റി ഓഫ് നോർമൽ കർവ് ഒക്കെ സെറ്റ് ഏത് പോയിൻ്റാണ്? എക്സ് ഈക്വൽ ടു മ്യൂ ആൻഡ് അതിൻ്റെ വാല്യൂ എന്താണ്? 1 by sigma root 2pi. ഓക്കെ, ഇനി അടുത്തൊരു പോയിൻ്റാണ് the curve is asymptotic to the x-axis. കർവ് എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എക്സ് ആക്സിസിനോട് അസിംപ്റ്റോട്ടിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. the curve is asymptotic to the x-axis. ഓക്കെ, അപ്പോൾ അതെന്താ? ദാറ്റ് ഈസ് the curve continues to approach but never touches the x-axis. നമ്മുടെ ഈ ഒരു കർവ് നോക്കിയേ. ഈ കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ എക്സ് ആക്സിസിൽ ഇങ്ങനെ പോവും. അതായത് എക്സ് ആക്സിസിലൂടെ ഇങ്ങനെ പോവും. ഇപ്പുറത്തെ എക്സ് ആക്സിസിൻ്റെ കൂടെ ഇങ്ങനെ പാരലായിട്ട് പോകും. പക്ഷേ അത് എന്ത് ചെയ്യും? ഒരിക്കലും അത് ടച്ച് ചെയ്യില്ല. ഓക്കെ, അത് എക്സ് ആക്സിസിനോട് ഒരിക്കലും ടച്ച് ചെയ്യില്ല. പകരം എന്താണ്? അതിനിങ്ങനെ പാരലായിട്ട് തൊട്ടില്ല. ഓക്കെ, അതായത് തൊട്ടില്ല എന്നുള്ള രീതിക്ക് എക്സ് ആക്സിസിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും. എക്സ് ആക്സിസിൻ്റെ മീതെ കൂടെ ഇങ്ങനെ പാരലായിട്ട് പാസ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദ കർവ് ഈസ് അസിംപ്റ്റോട്ടിക് ടു ദ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് എന്താണ്? നമ്മുടെ ആ ഒരു ടെയിൽ എൻസ്, നമ്മുടെ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടെയിൽസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിനോട് തൊട്ടില്ല എന്നുള്ള ഫോമിൽ പോകും. അതായത് അസിംപ്റ്റോട്ടിക്, അത് ജസ്റ്റ് പാരലായിട്ട് ടച്ച് ചെയ്യില്ല. പക്ഷേ നെവർ ടച്ചസ്, അത് ഒരിക്കലും എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യില്ല. ടച്ച് ചെയ്യാതെ പാരലായിട്ട് പോകും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദ കർവ് ഈസ് അസിംപ്റ്റോട്ടിക് ടു ദ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് മനസ്സിലായല്ലോ. അപ്പോൾ ഓരോന്നും ഇതൊക്കെ നമ്മൾ നേരത്തേക്കാളും ഡിഫറെൻ്റ് ആണ്. അതായത് ഡിസ്ക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും അതുപോലെ കർട്ടോസിസും സ്ക്യൂനെസ്സും ഒക്കെ മാത്രമല്ലേ പറഞ്ഞു പോയുള്ളൂ. പക്ഷേ നോർമലിൻ്റെ കേസ് വരുമ്പോൾ ആ നോർമൽ ആ ഒരു കർവിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു പുതിയ ടോപ്പിക്കാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താ പറഞ്ഞിരിക്കുന്നത്? The first and the third quartiles are equidistant from median. Okay, ഫസ്റ്റും
തേർഡും ക്വാർട്ടൈൽസ് എന്താണ്, ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം ദ മീഡിയൻ ആയിരിക്കും. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതെന്താണ്, സിമ്മട്രിക് ആണെന്ന് പറഞ്ഞല്ലേ. സിമ്മട്രിക് ആയിരിക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കും നമ്മുടെ ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത് ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം ദ മീഡിയൻ ആയിരിക്കും. ഓക്കെ, നമ്മുടെ കർവിൽ എന്തായിരിക്കും, നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മീഡിയൻ പോർഷൻ അല്ലെങ്കിൽ മീഡിയൻ പോർഷൻ, അതായത് Q1 Q2 Q3. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിനും ഫസ്റ്റ് ക്വാർട്ടയിലും തേർഡ് ക്വാർട്ടയിലും എന്തായിരിക്കും, Q2 ആണല്ലോ മീഡിയൻ. Q2നോട് ഇക്വിഡിസ്റ്റൻറ്റ് ആയിരിക്കും. അതാണ് നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 10ഉം 11ഉം, അതായത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, അതായത് MD ഫോർ മ്യൂ, അതായത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്നത് 4/5 സിഗ്മയും അതുപോലെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 2/3 സിഗ്മയും ആണ്. ഇതും റിസൾട്ടായിട്ട് അറിഞ്ഞിരിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് which of the following അല്ലെങ്കിൽ which is the quartile deviation of normal distribution അല്ലെങ്കിൽ which one is the mean deviation about mean for a normal distribution. ഇതുപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇത് വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം ഈ രണ്ടെണ്ണം ഓർത്ത് വെച്ചേക്കാം. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 4/5 സിഗ്മയും ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 2/3 സിഗ്മയും. ഓക്കെ, മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 4/5 സിഗ്മയും ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 2/3 സിഗ്മയും. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും. ഓക്കെ, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എപ്പോഴും ഓർത്ത് വെച്ചേക്കാം. എല്ലാ ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കമ്പൽസറി ആയിട്ട് പഠിക്കണം കേട്ടോ. മീനും വേരിയൻസും സ്ക്യൂനെസും കട്ടോസിസും പഠിക്കുന്നത് പോലെ തന്നെ എന്തും പഠിച്ചു വെച്ചേക്കാം, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും പഠിച്ചു വയ്ക്കുക. അപ്പം ചിലപ്പം ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മീൻ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്ത് റിലേറ്റ് ചെയ്തായിരിക്കും, MGF വെച്ചായിരിക്കും. അപ്പോൾ MGF വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയായാലും എക്സ്പെക്ട് ചെയ്യാം എക്സാമിന്. ഈ ഒരു ഇത്രയും നമ്മൾ പഠിച്ച ഡിസ്ട്രിബ്യൂഷൻസിൽ നിന്നും ഇനി പഠിക്കാൻ പോകുന്നതിൽ നിന്നും എന്തായാലും MGFും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. സോ ഇത് മിസ്സാക്കാതെ എല്ലാ ഡിസ്ട്രിബ്യൂഷനും പഠിക്കുക. എന്താണ് MXT എന്ന് പറയുന്നത് എന്താണ്, MXT ഈസ് ഈക്വൽ ടു എന്താണ്, e raised to എന്താണ്, ഈ ബേസ് ആണ് e⁻μ t പ്ലസ് t² σ²/2. ഓക്കെ, e⁻μ t പ്ലസ് t² σ²/2. ഇതെന്താ, ഇത് പവറിലാണ് വരുന്നത് കേട്ടോ. e⁻μ t പ്ലസ് t² σ²/2 എന്ന് പറഞ്ഞ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് പവറിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, 5xt ഈസ് ഈക്വൽ ടു എന്ത് വരും, ഒരു i വരും അല്ലേ, e⁻iμ t പ്ലസ് എന്താ വരുന്നത്, ഇവിടെ t² ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ടിയുടെ കൂടെ ഒരു i കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുമെങ്കിൽ t² കൂടെ എന്താ വരുന്നത്, i² ആയിരിക്കും അല്ലേ വരുന്നത്. അപ്പോൾ ഒരു i² t² σ²/2. i എന്ന് പറയുന്നത് എന്താ, ഞാൻ പറഞ്ഞു i എന്ന് പറയുന്നത് എന്താ, √(-1) ആണ്. അപ്പോൾ i² എന്ന് പറയുന്നത് എന്തായിട്ട് വരും, i² എന്ന് പറയുന്നത് -1 ആണല്ലേ. സോ i² നമ്മളിവിടെ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, e⁻iμ t. അപ്പോൾ ഇവിടെ ഒരു i² വരെ എന്താവും, ഒരു മൈനസ് ആവും. അപ്പോൾ ഒരു പ്ലസ് മൈനസ് ആവുമ്പോൾ ഇവിടെ മൈനസ് ആവും, -t² σ²/2. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5xt ഈസ് ഈക്വൽ ടു e⁻iμ t മൈനസ് t² σ²/2. അപ്പോൾ ഇവിടെ പ്ലസും ഇവിടെ എന്തുകൊണ്ട് മൈനസും വന്നെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അതായത് MXTയുടെ കേസിൽ e⁻μ t പ്ലസ് t² σ²/2 ആണ്. പക്ഷേ അതേപോലെ അത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ അവിടെ കേസ് വരുമ്പോൾ e⁻iμ t മൈനസ് t² σ²/2 ആണ് വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. ബാക്കി ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം പോലെ ജസ്റ്റ് ടിക്ക് ഒരു i എന്ന് പറഞ്ഞൊരു കോഫിഷ്യൻ്റ് മാത്രം ആഡ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യരുത്. ഇവിടെ ഒരു t² ആണ് കിടക്കുന്നത്. സോ നമ്മൾ എന്താ ആഡ് ചെയ്ത് കൊടുത്തത്, i² ആണ് അവിടെ വന്നത്. i² എന്ന് പറഞ്ഞാൽ -1, അതുകൊണ്ട് അവിടെ പ്ലസ് അല്ല, അവിടെ മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓർത്ത് വെച്ചേക്കുക. അതായത് e⁻iμ t പ്ലസ് അല്ല മൈനസ് t² σ²/2 ആണ്. MGF ആണെങ്കിൽ പ്ലസും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് വരും, മൈനസും വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത് എന്താണ്, ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം എന്താണ്, മീഡിയൻ എന്ന് പറയുന്നത് Q2 ആയിരിക്കും അല്ലേ. Q2 എന്ന് പറയുന്ന മീഡിയനിൽ നിന്ന് എന്തായിരിക്കും, ഫസ്റ്റ് ക്വാർട്ടൈൽ Q1ഉം തേർഡ് ക്വാർട്ടൈൽ Q3യും
ഇക്വിഡിസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്നത് 4/5 സിഗ്മയും ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 2/3 സിഗ്മയും ആണ്. ഓക്കെ, മീൻ ഡീവിയേഷൻ 4/5 സിഗ്മയും ക്വാർട്ടൈൽ ഡീവിയേഷൻ 2/3 സിഗ്മയും ആണ്. അതുപോലെ മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് e⁻μt പ്ലസ് t² സിഗ്മ സ്ക്വയർ ബൈ 2ഉം അതുപോലെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് e⁻iμt പ്ലസ് അല്ല എന്താ വരുന്നത് e⁻iμt മൈനസ് t² സിഗ്മ സ്ക്വയർ ബൈ 2 ആണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നത്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ എഴുതി തന്നെ പഠിക്കണം കേട്ടോ, ഓരോ പ്രോപ്പർട്ടി ആയിട്ട് എഴുതി പഠിക്കുക. അതൊക്കെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇതൊക്കെ. ഓക്കെ, അടുത്തത് എന്താ? അടുത്തത് നമ്മുടെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻസിലും കണ്ടുവരുന്ന പ്രോപ്പർട്ടി, അതായത് ഒരെണ്ണം ഒഴികെ, ഏതൊഴികെ? ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഒഴികെ. ഇതുവരെ നമ്മൾ പഠിച്ചതിൽ ജോമെട്രിക്കിന് മാത്രം എന്തില്ല? അഡിക്റ്റീവ് പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ അഡിക്റ്റീവ് പ്രോപ്പർട്ടി, അതായത് ഇതിലെന്താണ്? ഇത് അഡിക്റ്റീവ് പ്രോപ്പർട്ടിയാണ് പറയുന്നത് അല്ലേ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അഡിക്റ്റീവ് പ്രോപ്പർട്ടി. ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് നോർമൽ വേരിയേറ്റ്സ് വിത്ത് മീൻ μ1 ആൻഡ് μ2 ആൻഡ് വേരിയൻറ്റ് σ1 സ്ക്വയർ ആൻഡ് σ2 സ്ക്വയർ റെസ്പെക്റ്റീവ്ലി, then their sum x plus y is also a normal variate with mean μ1 plus μ2 and variance σ1 square plus σ2 square. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതായത് എന്താണ്? x follows normal μ1 σ1 സ്ക്വയറും y follows normal μ2 σ2 സ്ക്വയറും ആണെങ്കിൽ x plus y follows normal μ1 സ്ക്വയർ പ്ലസ് μ2 സ്ക്വയർ σ1 സ്ക്വയർ പ്ലസ് σ2 സ്ക്വയർ. ഓക്കെ, അതുപോലെ എക്സ് മൈനസ് വൈ ഫോളോസ് എന്താണ്? നോർമൽ μ1 സ്ക്വയർ മൈനസ് μ2 സ്ക്വയറും σ1 സ്ക്വയർ പ്ലസ് σ2 സ്ക്വയറും ആണ്. അപ്പോൾ ഈ പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, x follows normal μ1 σ1 square and y follows normal μ2 sigma square ആണെങ്കിൽ x plus y follow ചെയ്യുന്ന എന്താണ്? നോർമൽ വിത്ത് μ1 സ്ക്വയർ പ്ലസ് μ2 സ്ക്വയറും σ1 സ്ക്വയർ പ്ലസ് σ2 സ്ക്വയറും ആണ്. അങ്ങനെയാണെങ്കിൽ x മൈനസ് വൈ ഫോളോ ചെയ്യുന്ന എന്താണ്? നോർമൽ വിത്ത് μ1 സ്ക്വയർ മൈനസ് μ2 സ്ക്വയറും σ1 സ്ക്വയർ പ്ലസ് σ2 സ്ക്വയറും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു കേസ് വരുമ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് മൈനസ് വൈ ആയിരിക്കും. ഓക്കെ, എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് മൈനസ് വൈ ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു എക്സും വൈയും എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഈ ഒരു കേസിൽ എങ്ങനെയാണ്? എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ നമ്മൾ അഡിക്റ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് നമ്മൾ 2 വേരിയബിൾസിനല്ല പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 2 വേരിയബിൾസിനെ പറയുന്നുള്ളെങ്കിലും ജനറലൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ പറയാം? n ടേംസിന് പറയാം. അതായത് ലെറ്റ് x1 x2 x3 up to xn follows are independent normal variates, then their sum, അതായത് x1 plus x2 plus etc up to xn follows എങ്ങനെ പറയാം? μ1 plus μ2 plus etc up to μn, σ1 square plus σ2 square plus etc up to σn square. അതായത് ജനറലൈസ് ചെയ്ത് n ടേംസിൻ്റെ കേസിൽ നമുക്കിത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 2 വേരിയബിൾസിൻ്റെ കേസിലുള്ള റിസൾട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്താണ്? ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്തും പറയാൻ പറ്റും. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്തുണ്ട്? അഡിക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? അഡിക്റ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അഡിക്റ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മൾ എന്തെന്നാ പറയുന്നത്? റീപ്രൊഡക്റ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി അടുത്ത 15th പ്രോപ്പർട്ടി, നമ്മുടെ ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് ഇസ് 1. അതായത് നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? പക്ഷേ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മുടെ കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഈ കർവിൻ്റെ കീഴിലാണ് എന്ത് വരുന്നത്? നമ്മുടെ പ്രോബബിലിറ്റി വരുന്നത്. അപ്പോൾ ഈ ഒരു കർവ് ഇത് മുതൽ -∞ മുതൽ +∞ വരെ, ഇത് മുതൽ ഇതുവരെ, അതായത് ടോട്ടൽ ഏരിയ, ആ ഒരു കർവിൻ്റെ താഴെയുള്ള ടോട്ടൽ ഏരിയയുടെ എന്തായിരിക്കും? ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അത് പിന്നെ സിമെട്രിക് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? 0 to ∞ വരെ എന്ന് പറയുമ്പോൾ 0.5ഉം 0 to -∞ എന്ന് പറയുമ്പോൾ അടുത്ത് 0.5ഉം നമുക്ക് അങ്ങനെയൊക്കെ പറയാം അല്ലേ? അപ്പോൾ അതൊക്കെ ലോജിക്കലിയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ലോജിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതായത് നമ്മുടെ ടോട്ടൽ ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് -∞ മുതൽ +∞ വരെ എന്താണ്? നമ്മുടെ
ഏരിയ എന്ന് പറയുന്നത് എന്താണ്, അവിടെ കവർ ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. സോ അപ്പോൾ 0 to -ഇൻഫിനിറ്റിയും 0 to +ഇൻഫിനിറ്റി എന്തായിരിക്കും, 0.5 അല്ലെങ്കിൽ 1/2 ആയിരിക്കും. എന്തുകൊണ്ട്, നമ്മുടെ കർവ് സിമെട്രിക് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മെയിനായിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്താ ഡിസ്കസ് ചെയ്തത്, ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണല്ലേ. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ ആ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, മ്യൂവും സിഗ്മ സ്ക്വയറും അല്ലേ. അപ്പോൾ ആ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് മാറും. ഓക്കെ, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് എന്ത് മാറും, നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മാറും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് പറയുന്നത്, ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിച്ച് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. അതായത് നമ്മൾ നോർമലി തന്നെയാണ് തുടങ്ങുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റാൻഡം വേരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്തു. എക്സ് എന്ന് പറഞ്ഞൊരു റാൻഡം വേരിയബിൾ കൺസിഡർ ചെയ്തു. അത് ഫോളോ ചെയ്യുന്നത് എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. അപ്പോൾ എന്താണ്, എക്സ് ഫോളോസ് നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the standard normal variate is defined as z is equal to x minus mu by sigma, which follows standard normal distribution with mean 0 and standard deviation 1. ഓക്കെ, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് എക്സ് ഫോളോ ചെയ്യുന്നത് നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഇസഡ് ഈസ് ഈക്വൽ ടു, അതായത് ഈ ഒരു മ്യൂ എക്സ് കൊണ്ട് മൈനസ് ചെയ്യാണ്, അതായത് എക്സ് മൈനസ് മ്യൂ വരും. ഓക്കെ, എക്സ് മൈനസ് മ്യൂ വരും. ഈ ഒരു സിഗ്മ സ്ക്വയറിൽ സിഗ്മ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, സിഗ്മ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നമുക്കിത് എന്താ കിട്ടുന്നത്, അതായത് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും, നോർമൽ എന്താ, മീൻ 0, അതായത് മ്യൂ എന്താവും, മീൻ 0 ആവും. സിഗ്മ സ്ക്വയർ എന്തായത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താവും, ഇത് 1 ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരിക്കൽ കൂടെ പറയാം, എക്സ് എന്ന് പറയുന്നത് നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ ആണെങ്കിൽ എക്സിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ അല്ലേ. അങ്ങനെയെങ്കിൽ ഇസഡ് ഈസ് ഈക്വൽ ടു, ഇസഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ വേരിയബിളായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ്, എക്സിൽ നിന്ന്, അതായത് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. ഓക്കെ, എക്സ് മൈനസ് മ്യൂ ബൈ, അതായത് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, സിഗ്മ സ്ക്വയർ ഇല്ല. അപ്പോൾ സിഗ്മ ഫോളോ ചെയ്യുന്ന എന്ത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, n01. അപ്പം ഇസഡ് ഫോളോസ് n01. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. ഓക്കെ, ഇസഡ് എന്ന് പറയുന്നത് എന്തായിട്ട് ഇവിടെ വരുന്നത്, എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ വിത്ത് എന്താണ്, മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും 1 വരുമ്പോൾ. ഓക്കെ, നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1ഉം വരുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് നമ്മളിത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അവിടെ അതുപോലെ തന്നെ കിടക്കുമായിരുന്നു, എന്തുകൊണ്ട് ഇതിനെ മീൻ 0 ആക്കി വേരിയൻസ് 1 ആക്കി, അല്ല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആക്കി ഈ ഒരു ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് അങ്ങനെ കൺവേർട്ട് ചെയ്തതിൻ്റെ റീസണാണ് എന്ത്, നമ്മുടെ ഇത് നോക്കിയേ, ദ അഡ്വാൻറ്റേജ് ഓഫ് ദ എബോവ് ഫംഗ്ഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഡസൻ കണ്ടെയ്ൻ എനി പാരാമീറ്റർ. അപ്പോൾ എന്താണ്, ഇസഡ് ഫോളോ ചെയ്യുന്നത് എന്താ, ഇസഡ് ഫോളോ ചെയ്യുന്നത് നോർമൽ 0 1 ആണല്ലേ, നോർമൽ 0 1 ആണ്. അപ്പോൾ നോർമൽ 0 1ൽ ഏതെങ്കിലും പാരാമീറ്റർ ഉണ്ടോ, ഇല്ലല്ലോ. അവിടെ മ്യൂ ഇല്ല, സിഗ്മയും ഇല്ല. മ്യൂവിന് പകരം എന്ത് കൊടുത്തു, നമ്മൾ 0 കൊടുത്തു. സിഗ്മയ്ക്ക് പകരം എന്തായി, അത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു നമ്മൾ എന്തുവാ, എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ അവിടെ നടത്തിയപ്പോൾ നമ്മുടെ ആ ഒരു നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ എന്ന് എന്തായി, നോർമൽ 0 1 ആയി അല്ലേ. അപ്പോൾ അവിടെ പാരാമീറ്റർ ഇല്ല. സോ പാരാമീറ്റർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദിസ് ഇനേബിൾ us ടു കമ്പ്യൂട്ട് ദ ഏരിയ അണ്ടർ ദ നോർമൽ പ്രോബബിലിറ്റി കർവ്. അതായത് നോർമൽ പ്രോബബിലിറ്റി കർവിലെ ഏരിയ നമുക്ക് അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും.
ഓക്കെ, നോർമൽ പ്രോബബിലിറ്റി, നമ്മുടെ കർവ് എന്ന് പറയുന്നത് ഒരു ബെൽ ഷേപ്ഡ് ആയിട്ടുള്ളൊരു കർവാണല്ലോ, ബെൽ ഷേപ്ഡ് സിമെട്രിക് കർവാണ് നോർമൽ കർവ് എന്ന് പറയുന്നത്. അപ്പം ആ കർവിൻ്റെ താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ടേബിൾസിൽ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ടേബിൾസിൽ. അത് പക്ഷേ ടേബിൾസിലെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ വാല്യൂസ് 0 മുതൽ 1 വരെ -1 മുതൽ 1 വരെയും ആയിരിക്കും. കാരണം സിമെട്രിക് ആയതുകൊണ്ട് 0 to 1 0 to -1 നമ്മൾ എടുക്കും. അപ്പോൾ -1 മുതൽ 1 വരെയുള്ള ഏരിയാസ് ആയിരിക്കും അതിന് ഇടയ്ക്ക് വരുന്നത്. അപ്പം ആ ഏരിയാസ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവാൻ പാടില്ല? പാരാമീറ്റേഴ്സ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ പാരാമീറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? പാരാമീറ്റേഴ്സിനെ മാറ്റി നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ദ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്തായി? നമ്മുടെ f(x) എന്ന് പറയുന്നത് എന്താ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ f(x) എന്ന് പറയുന്നത് 1/σ√2π e raised to -x minus mu the whole square by 2σ² അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? mu is equal to 0 കൊടുത്തു, sigma is equal to 1 കൊടുത്തു. അപ്പോൾ f(x) is equal to 1/√2π ഇൻറ്റു, അതായത് സിഗ്മ എന്ന് പറയുന്നത് എന്താ? 1 ആണ് അല്ലേ? സിഗ്മ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 × √2π e raised to എന്താണ്? e raised to mu എന്ന് പറയുന്നത് 0 ആയി പോകില്ല. അപ്പോൾ x - 0 x തന്നെയാണ്. അപ്പം ഇവിടെ അപ്പം x²/2. ഓക്കെ, σ² എന്താവും? σ² 1 ആവും. അപ്പം ഈ 1/√2π e raised to -x²/2. ഇതാണ് എന്തിൻ്റെ PDF? നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കുന്നു? അതിനെന്തുകൊണ്ടാണ്? നമുക്ക് പ്രോബബിലിറ്റി, അതായത് ഏരിയ അണ്ടർ ദ നോർമൽ കർവ്, പ്രോബബിലിറ്റി കർവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മെയിൻ എന്താണ് പ്രോപ്പർട്ടീസ് ഒക്കെ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വായിച്ച് പഠിക്കുക. എല്ലാം പുതിയ ടോപ്പിക്കായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സുകാർ മാത്രമല്ലോ, സ്റ്റാറ്റിസ്റ്റിക്സുകാർ ഇത് ഡിഗ്രിക്കും PGക്കും എല്ലാം പഠിച്ചു കാണും. പക്ഷേ ബാക്കി മാത്സുകാരും പഠിച്ചു കാണും. ബട്ട് ബാക്കി സബ്ജക്ട്സിലുള്ള ആൾക്കാർ പഠിച്ചു കാണില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇതൊരു പുതിയ ടോപ്പിക്കാണെങ്കിൽ നന്നായിട്ട് ഓരോ പ്രോപ്പർട്ടീസും പഠിക്കുക. PDF ഒന്നും പഠിക്കാൻ മറക്കരുത്. PDF നോക്കുക, അതിൻ്റെ സപ്പോർട്ട് നോക്കുക, പിന്നെ അതിൻ്റെ ഓരോ നോർമൽ കർവിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ ബാക്കി ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.